എന്നാൽ അള്ളാഹു ഏൽപ്പിച്ച ഈ അമാനത്തിനെ എങ്ങനെയാണ് നമ്മൾ പരിചരിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ആ അമാനത്തിനെ നാം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് സ്വന്തം ഓരോ രക്ഷിതാക്കളും പരിശോധന നടത്തുക. ഒരു വലിയ മഹാൻ ജീവിതത്തിൽ ചിരിക്കുന്നില്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിരിക്കുകയാണ്. തബസ്സുമുക വജ്ഹി അഖീക സ്വദഖ ഖാല റസൂലുള്ളാഹി, ഉറക്കനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരനോട് പുഞ്ചിരിക്കൽ സ്വദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്നാൽ ഒരു മഹാൻ ജീവിതത്തിൽ ചിരിക്കുന്നില്ല. പക്ഷേ ആ മഹാൻ ഒരു ദിവസം ചിരിച്ചു. എന്നാണെന്നറിയോ? അദ്ദേഹത്തിന്റെ പൊന്നുമോൻ മരണപ്പെട്ട ദിവസം. അള്ളാഹു കൊടുത്ത സന്താനം മരണപ്പെട്ട ദിവസമാണ് ചിരിക്കുന്നത്. മക്കൾ മരിച്ചാൽ സങ്കടവും പ്രയാസങ്ങളും വിഷമങ്ങളുമാണ്. എന്നാൽ ഈ മഹാൻ ചിരിച്ചപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ഈ സമയത്ത് ചിരിക്കുന്നത്? ആ സമയത്ത് ആ മഹാൻ പറഞ്ഞ മറുപടിയുണ്ട്, എനിക്ക് അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ് എൻ്റെ ഈ കുട്ടി. ആ കുട്ടിയെ വളർത്തേണ്ട രൂപത്തിൽ ആ കുട്ടിയെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ആ കുട്ടിയെ ദീനിയായ വിഷയങ്ങൾക്ക് ഞാൻ താല്പര്യം കൊടുത്ത് വളർത്തിയതാണ്. ആ കുട്ടിക്ക് ഞാൻ ആഖിറത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി ഒരു സ്വാലിഹായ കുട്ടിയായി വളരുന്നതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ ആർക്കും തന്നെ തട്ടിക്കളയാൻ കഴിയില്ല. അള്ളാഹു ആ അമാനത്തിനെ തിരിച്ചെടുത്തപ്പോൾ എനിക്ക് വിഷമല്ല, ഞാൻ ചിരിക്കുന്നത് എന്നിൽ ഏൽപ്പിച്ച സമയം ഞാൻ കൃത്യമായി കുട്ടിക്ക് ദീന് കൊടുത്തു വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആഖിറത്തിൽ ആ കുട്ടിയുടെ പേരിൽ എനിക്കൊരു പേടിയുമില്ല എന്ന് ആ മഹാൻ പറഞ്ഞുവെങ്കിൽ, ഇവിടെ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കൾ അള്ളാഹു നമുക്ക് നൽകിയ മക്കളെ നാം ഏത് രൂപത്തിൽ വളർത്തുന്നുണ്ട്? പരിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകൾ പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളും സമ്പത്തുമെല്ലാം നിങ്ങൾക്ക് സൗന്ദര്യമാണ്, ഭംഗിയാണ്. എന്നാൽ അതേ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. മക്കളും സമ്പത്തും ഒക്കെ ഫിത്നയിലുമാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കൾ ഫിത്നയിലാകും. ഇത് രണ്ടും പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിലാണ്. ഏതാണ് ഫിത്ന, ഏതാണ് സീനത്ത്, അത് രക്ഷിതാക്കളാണ് തീരുമാനിക്കുന്നത്. ഓരോ രക്ഷിതാക്കൾക്കുമാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. മക്കളെ സീനത്താക്കണോ ഭംഗിയാക്കണോ രക്ഷിതാക്കൾ തീരുമാനിച്ചാൽ, ഒരു കുട്ടിക്ക് ആദ്യമായി രക്ഷിതാക്കൾ നിർബന്ധമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്ന ഔവല വാജിബിൻ അലൽ ആബാഇൽ ഔലാദ് തഅലീമുഹും അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വമാത വദുഫിന ബിൽ മദീന. ഓരോ കുട്ടികൾക്കും രക്ഷിതാക്കൾ നിർബന്ധമായി ആദ്യം ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നാണ്. ആരാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ബുഇസ ബിമക്ക വമാത വദുഫിന ബിൽ മദീന. അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്ത്. അവിടുത്തെ ദീനീ പ്രബോധനങ്ങൾ, അവിടുത്തെ വിഷയങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ ആ മക്കളെ ആ രൂപത്തിൽ പഠിപ്പിച്ചു വളർത്തിയെടുക്കുമ്പോഴാണ് ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടുക, ആ മക്കളെ കൊണ്ട് നമുക്ക് ഖൈർ കിട്ടുക. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ആരാണ് ആരാണ് അള്ളാഹുവിന്റെ ഹബീബ്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ കുട്ടി അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഓതുന്ന കുട്ടിയാവണം, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു പഠിക്കുന്ന കുട്ടിയാകണം. അങ്ങനെ നമ്മുടെ മക്കളെ വളർത്തണം. അൽഹംദുലില്ലാഹ്,
ഇവിടെയാണ് ഈ 17 രക്ഷിതാക്കൾ വലിയ വിജയത്തിലേക്ക് എത്തിയത്. 17 മക്കൾ ഇവിടുന്ന് സനത് വാങ്ങിയപ്പോൾ ആ കുട്ടികളെ പ്രായമുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേ പ്രായക്കാരുള്ള മുസ്ലിം കുടുംബങ്ങളിൽ മക്കളുണ്ട്. പക്ഷേ അവർക്ക് ഇതിന് തൗഫീഖ് കിട്ടിയില്ല. നമ്മുടെ മക്കൾക്കാണ് അവസരം കിട്ടിയത്. ഊട്ടി മർക്കസിൽ നിന്ന് പഠനം നടത്തിയിട്ട് ആലിമ നസീഹ എന്ന സനദ് സ്വീകരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഭാഗ്യം കിട്ടി. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു പഠിക്കാൻ അള്ളാഹു ഇൽമു നാഫിയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.